തദ്ദേശ തെരഞ്ഞെടുപ്പ് സമുദായത്തിന് ആനുപാതിക പ്രാതിനിധ്യം വേണമെന്നും കത്തോലിക്ക കോൺഗ്രസിന്റെ നയങ്ങളെ അനുകൂലിക്കുന്നവരെ സമുദായ ശക്തിയിലൂടെ പിന്തുണയ്ക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് രൂപതാ കൺവെൻഷൻ മാനന്തവാടി രൂപതാ മെത്രാൻ മാർ ജോസ് പെരുന്നേടം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന കർഷകരും ചെറുകിട വ്യാപാരികളും പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സമുദായ ശക്തി കൊണ്ട് നേരിടുമെന്നും രൂപതാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ മുന്നറിയിപ്പ് നൽകി. സമുദായത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി ഐക്യത്തോടെ പ്രവർത്തിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് അംഗങ്ങൾ പരിശ്രമിക്കണമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം പറഞ്ഞു. രൂപതാ പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ അധ്യക്ഷനായിരുന്നു. ഫാദർ ജെയിംസ് പുത്തൻപറമ്പിൽ, മാർ ജേക്കബ് തൂങ്കുഴി അനുസ്മരണ സന്ദേശം നൽകി. ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ.പി. സാജു കൊല്ലപ്പള്ളി, ഗ്ലാഡിസ് ചെറിയാൻ, തോമസ് പട്ടമന, സാജു പുലിക്കുട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയം നോക്കാതെ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവര് അനുഭാവപൂർണ്ണമായിട്ട് പ്രശ്നങ്ങളോട് ഇടപെടുന്ന ആളുകളോട് ആ വിഷയങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് തിരിച്ചും പരിഗണന കാണിക്കും എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള നയം. നമുക്കറിയാം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഈ രാജ്യം ഭരിക്കുന്നത്, നാട് ഭരിക്കുന്നത്. തദ്ദേശ മേഖലയിലുള്ള ഭരണാധികാരി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ആളുകൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. വന്യമൃഗ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പല നിയമങ്ങളുടെ നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് നല്ല പ്രബുദ്ധരായിട്ടുള്ള കർഷക സ്നേഹികളായിട്ടുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരികയും വിജയിക്കുകയും നാട് ഭരിക്കുകയും ചെയ്യുന്നു. വയനാട് വിഷൻ, മാനന്തവാടി.